64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു സമയമാണല്ലേ. ആ സമയം വന്നെത്തിയിരിക്കുകയാണ്. ഒരു ഗംഭീര തുടക്കം തന്നെ കുറിക്കാൻ പോവുകയാണ്. ആദ്യ ടീം ഇവിടെ തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യ ടീം എത്തിയത്. നമുക്ക് കുട്ടികളോട് തന്നെ എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയാം. ക്ഷീണമൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യം അറിയാം. എല്ലാവരും വെളുപ്പിനെ ഇറങ്ങിയതാണ്. ഇപ്പൊ കുറച്ച് നാളത്തെ വലിയ ഗംഭീര പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ടെൻഷൻ ഉണ്ടോ? എങ്ങനെയാണ്? ചെറിയ ടെൻഷനുണ്ട്. ഏതാണ് ഐറ്റം? കഥാപ്രസംഗമാണ്. കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പെർഫോമൻസിന് അനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അതുപോലെ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്. അതാണ് നമ്മുടെ കണ്ണാടി മുന്നിன்று பார்த்து கொண்டே ஒன்றாக செய்திட ஒரு 100 நாடகம் ഒത്തികി ചെയ്ത് എതിർപ്പാർത്തിരുന്നേ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഉഷാർ തന്നെ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സർവം സജ്ജമാണോ അവരെ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലാ ടീമാണ് ഇന്ന് ഇവിടെ ആദ്യം എത്തിയതെന്നുള്ളതിലുള്ള സന്തോഷമാണ് ഞങ്ങൾ ആദ്യം പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി മികച്ച ഒരു ടീം ആയിരിക്കും ഇത്തവണ വരുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മികച്ച എല്ലാ സ്കൂളുകൾക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ വിളിച്ച് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് നമുക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. പൂരത്തിൻ്റെ നാടാണ്, സന്തോഷത്തിൻ്റെ നാടാണ്. നമ്മളും അതിനോടൊപ്പം ചേരാൻ റെഡിയായാണ് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് ഗേൾസ് പവർ ആണ്. ഇനി ബോയ്സ് പവർ കാണിക്കാനായിട്ട് നിങ്ങൾ മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്ന സംസം. മഴ മാറി നിന്ന് മരുവായി തീർന്ന്. എന്തായാലും ഇനി കാണാൻ പോകുന്ന കലയുടെ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ക്യാമറമാൻ ആന്റണി കിരകിരക്കൊപ്പം സ്നേഹ മോൾ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.